ഒരുപാട് പ്രത്യേകതകളുള്ള ഓണമാണ് ഈ വർഷത്തെ ഓണം. ഞാനും ചേച്ചിയും 15 വർഷത്തിന് ശേഷം ഒന്നിച്ച് ഓണം ഉണ്ണുവാണ്. വർഷത്തിലൊരിക്കൽ ചേച്ചി നാട്ടിൽ വരുമെങ്കിലും ഓണത്തിനൊരിക്കലും ഒന്നിച്ചുണ്ടായിട്ടില്ല. അതുമല്ല, ഇത്തവണത്തെ ഓണം ചേച്ചിയുടെ പുതിയ വീട്ടിൽ വെച്ചിട്ടാട്ടോ. തലേന്ന് തന്നെ ഓണത്തിനുള്ള പരിപാടികളൊക്കെ തുടങ്ങി. അതിൽ മെയിൻ ഈ പൂവിൻ്റെ പ്രിപ്പറേഷനാട്ടോ. ഞങ്ങൾ തലേന്ന് തന്നെ പൂവെല്ലാം വാങ്ങുകയെ, എന്നിട്ട് എല്ലാം സെപ്പറേറ്റ് ചെയ്ത് ഇങ്ങനെ പേപ്പറിൽ വിരിച്ചിടും കേട്ടോ. അപ്പോൾ രാവിലെ ആകുമ്പോൾ നമുക്ക് അങ്ങനെ തന്നെ എടുത്ത് പൂക്കളം ഇടാവേ. പൂക്കളത്തിൻ്റെ ഇൻചാർജ് ഞാനും പിള്ളേരും കേട്ടോ. അതുകൊണ്ട് ഞങ്ങളെല്ലാം തകൃതിയായ പണിയിലാണ്. രാവിലെ എണീറ്റ് നമ്മൾ പൂക്കളെല്ലാമായിട്ട് ചേച്ചിയുടെ വീട്ടിലേക്ക് പോകാട്ടോ. പോകാൻ ഇറങ്ങിയപ്പോഴാണ് വാഴയില വെട്ടിയിട്ടില്ല എന്ന് ഓർമ്മ വന്നേ. നമുക്ക് സദ്യക്ക് വാഴയില വേണമല്ലോ. അങ്ങനെ തൊട്ടടുത്ത തോട്ടത്തിൽ കയറിയിട്ട് നമ്മൾ ഇല കട്ട് ചെയ്യുന്നതാണ്. ഡ്രസ്സൊക്കെ മാറിക്കഴിഞ്ഞ് ഇല വെട്ടാൻ പറഞ്ഞതിൻ്റെ ദേഷ്യം ഉണ്ടാവും മുഖത്ത് കാണുന്നത്. സദ്യയുടെ കൂടെ നമുക്ക് വാഴയില വരും കേട്ടോ. അതുകൂടാതെ നമുക്ക് 1-2 വാഴയിലയുടെ കൂടെ ആവശ്യമുണ്ട് കേട്ടോ. അതാണ് ഇപ്പോൾ വെട്ടുന്നത്. എത്ര പ്രിപ്പയർ ചെയ്താലേ ലാസ്റ്റ് നിമിഷത്തെ ഒരു ഓട്ടം പതിവാണല്ലോ. വാഴയില വെട്ടി മാറിയപ്പോഴാണ് തുളസി നിൽക്കുന്നത് കണ്ടേ. അപ്പോൾ 2-3 തുളസിയും കൂടെ പൊട്ടിച്ചിട്ടോ. പൂക്കളത്തിൻ്റെ സൈഡിൽ നിലവിളക്കിൻ്റെയും പറയുടെയും കൂടെ വെച്ച് നല്ല രസമായിരിക്കില്ലേ. ഇനി നമുക്ക് കുറച്ച് പച്ചില കൂടെ സംഘടിപ്പിക്കണം കേട്ടോ. ഇന്നലെ പൂക്കൾ വാങ്ങിച്ചപ്പോൾ ആ കൂടെ പച്ച കളർ മിസ്സിങ് ആണ്. അത്തപ്പൂക്കളും ഇട്ടാൽ പച്ചയുടെ എന്തെങ്കിലും അതിൻ്റെ കൂടെ ഇട്ടില്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ആകാത്ത പോലാണ്. റോഡ് സൈഡിൽ വണ്ടി നിർത്തിയിട്ട് നെല്ലിയുടെ ഇല പൊട്ടിക്കുന്ന കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിൽ ചെന്ന് ഫ്ലോറെല്ലാം അടിച്ച് വൃത്തിയാക്കി. ഇതിൽ പൂക്കളം വരയ്ക്കേണ്ട ഡ്യൂട്ടി എൻ്റെ കേട്ടോ. നമ്മുടെ കയ്യിൽ ആധികാരികമായ ടൂളൊന്നും ഇല്ല കേട്ടോ. ഒരു ചോക്കുണ്ട്, പക്ഷെ അത് ടൈലിൽ വരച്ചാൽ കാണാനും പറ്റത്തില്ല കേട്ടോ. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അന്യായ കോൺഫിഡൻസ് ആണ്. കൈകൊണ്ട് അളവെടുത്ത് വരയ്ക്കുന്ന കണ്ടാൽ തോന്നും ഇതിൽ ഞാൻ എക്സ്പെർട്ടാണ്. പക്ഷെ നമ്മുടെ അടുത്തൊരു തട്ടിക്കൂട്ട് പൂക്കളം ആയതുകൊണ്ടും കാണാൻ വീട്ടുകാരല്ലാതെ വേറെ വ്യൂവേഴ്സൊന്നും ഇല്ലാത്തതുകൊണ്ടും ഉള്ള പൂക്കൾ വെച്ച് മനോഹരമാക്കുള്ള ചെറിയൊരു പരിപാടിയിലാണ്. എൻ്റെ കൂടെ ചാൾസും കൂടി കേട്ടോ. ഞാൻ വരയ്ക്കുന്നതൊക്കെ ആവശ്യം തെളിച്ച് വരച്ചുകൊണ്ടിരിക്കുന്ന. പക്ഷെ ഇതിൽ വലിയ നടപടിയൊന്നും ഉണ്ടായില്ല. ലാസ്റ്റ് പൂക്കളെല്ലാം മാച്ച് കളഞ്ഞിട്ട് ഞങ്ങൾ കൈകൊണ്ട് പൂട്ട് തുടങ്ങാം കേട്ടോ ചെയ്തേ. ഞാനും എൻ്റെ കുട്ടിപ്പട്ടാളം കൂടെ സെറ്റാക്കിയതാട്ടോ ഇത്രയും. അവന്മാരം കൊണ്ട് ഇരുന്നുകൊണ്ട് കുറച്ച് സമയം കൂടുതലെടുത്തു. എന്നാലും ഞങ്ങളിത് എങ്ങനെയൊക്കെ സെറ്റാക്കി. അത് കഴിഞ്ഞപ്പോൾ ചേച്ചിയൊക്കെ കൂടി കേട്ടോ. പ്ലാൻ ചെയ്ത പോലെ ഒന്നും അല്ലെങ്കിൽ നമ്മുടെ പൂക്കള റെഡി ആയിട്ടുണ്ട് കേട്ടോ. കയ്യിലുള്ള സകല പൂവും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി പ്രത്യേകം ഡിസൈനൊക്കെ ഉണ്ടാക്കി. കൈവച്ച് വരച്ചതുകൊണ്ട് അളവുകളൊന്നും ശരിയല്ല. ഒരു കറക്റ്റ് വട്ടം അല്ലെങ്കിലും നമ്മൾ മൊത്തത്തിൽ ഒപ്പിച്ചു. ഒരു ആന ചന്തൊക്കെ ഉണ്ടേ. പൂക്കളിട്ട് കഴിഞ്ഞ് ഇനി അടുത്ത ഫോട്ടോ സെഷനാണ്. നമുക്ക് ഫുഡ് എടുക്കാൻ ആൾ പോയിട്ടുണ്ട് കേട്ടോ. ആ സമയം കൊണ്ട് നമ്മൾ മാക്സിമം ഫോട്ടോസൊക്കെ എടുത്ത് നമ്മുടെ കോസ്റ്റ്യൂമൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണേ. ഈ കുട്ടിപ്പട്ടാളത്തെ കൊണ്ട് ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞാൽ തന്നെ ഒരു ടാസ്ക് ആട്ടോ. അതിലും വലിയ ടാസ്ക്കാണ് സദ്യ കൊണ്ട് തീരുന്നവരെ ഈ പൂക്കളം പോവാതെ നോക്കുക എന്നുള്ളത്. ചേരയാണെങ്കിൽ ഇതിൻ്റെ ചുറ്റുവിട്ടും കറങ്ങുന്നുണ്ട്. എല്ലാ തവണത്തെ പോലെ ഇത്തവണ നമ്മൾ സദ്യ പുറത്തു നിന്നാണ് വാങ്ങുന്നത്. ഈ വർഷത്തെ ഓണസദ്യ സെയിലോണിൽ നിന്നായിരുന്നേ. നമ്മൾ 5 പേർക്കുള്ള സദ്യ ആയിട്ടാണ് വാങ്ങിച്ചത്. ബാക്കി കുട്ടികൾക്ക് നമ്മുടെ കയ്യിൽ അഡീഷണൽ ഇലയുണ്ട്. പിന്നെ നമ്മൾ പപ്പടവും പായസവും ചക്കര വരട്ടിയതും ചിപ്സും ഒക്കെ എക്സ്ട്രാ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സദ്യ വന്നു ഹൗസ് പൂക്കളം.
സാരി കൊടുത്ത സ്ഥിതിക്ക് ഇനി അങ്ങോട്ട് മാരക ഫോട്ടോഷൂട്ടായിരിക്കും. പിള്ളേർക്കെല്ലാം 2 ചിപ്സും കൊടുത്ത് കുറച്ച് പായസവും കൊടുത്ത് സൈഡാക്കിയിട്ട് കുറേ നേരത്തേക്ക് ഞങ്ങളുടെ ഫോട്ടോഷൂട്ട് തന്നെ ആയിരുന്നേ. എല്ലാവർക്കും വിശന്ന് വരുന്നുണ്ട്. നമ്മുടെ ഉച്ചയുടെ സമയമായി കേട്ടോ. എല്ലാവരും ഒന്നിച്ച് പൂക്കളം ഇട്ട് കുറേ നേരം ചിരിയും കളിയൊക്കെ ഇരുന്ന് ഓണക്കോടിയൊക്കെ കൊടുത്ത് പഴയ കാലത്തെ ഓണവിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നേ. ഞാനും ചേച്ചിയും അമ്മയും കൂടെ ഒന്നിച്ചുള്ള കുറേ കാലത്തിന് ശേഷമുള്ള ഓണം കേട്ടോ ഇത്. അപ്പം എന്തായാലും പപ്പയൊത്തുള്ള പഴയ ഓണക്കഥകളായിരുന്നു കൂടുതലും. പിന്നെ നമ്മുടെ പിള്ളേർക്ക് ഞങ്ങളുടെ പഴയ ഓണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. ഞങ്ങൾ 3 പേരും മാത്രമുള്ള ഓണം ഡ്രസ്സിലുള്ള ഈ ഫ്രെയിം എൻ്റെയും ചേച്ചിയുടെയും കുറേ കാലത്തെ പ്ലാൻ ആയിരുന്നേ. ഇനി അടുത്തത് ഓണസദ്യ കേട്ടോ. ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് കുഞ്ഞിപ്പാട്ടോടെയൊക്കെ ഇട്ട് സേറി എണീറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇരിക്കുന്നത് അമ്മയും പിള്ളേരും കേട്ടോ. പിള്ളേർക്കൊന്നും നിലത്തിരുന്ന് ഫുഡ് കഴിക്കുന്ന അത്ര താല്പര്യമുള്ള കാര്യമൊന്നും അല്ലേ. എന്നാലും ഞങ്ങൾക്ക് നിർബന്ധമായിരുന്നു നിലത്തിരുന്ന് ഇലയിട്ട് തന്നെ കൊടുക്കണമെന്ന്. ഓണത്തിന് ഒരുപാട് വിഭവങ്ങൾ കുറച്ച് പേർക്ക് വേണ്ടി കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നത് ഭയങ്കര പ്രയാസമുള്ള പണിയായതുകൊണ്ട് നമ്മൾ സ്ഥിരമായിട്ട് സദ്യ പുറത്തുനിന്ന് ഓർഡർ ചെയ്യുകട്ടോ ചെയ്യാറ്. ഇത്തവണ നമ്മൾ സൈലോണിൽ നിന്നാണ് വാങ്ങിയത്. അത് 30 വിഭവങ്ങളുമായിട്ട് 5 സദ്യയുടെ ഒരു ബോക്സ് ആയിരുന്നേ. പറയാതെ വയ്യ, അടിപൊളി ഫുഡായിരുന്നു. നമ്മൾ പറയില്ലേ വയറും മനസ്സും നിറഞ്ഞെന്ന്, അതുപോലൊരു ഫുഡായിരുന്നു. പതിവില്ലാതെ കുട്ടികളെല്ലാം നല്ലോണം ഫുഡ് കഴിച്ചു. അതുപോലെ ഞങ്ങളും നോർമലി സാരി കൊടുത്ത് നമ്മൾ സദ്യയൊക്കെ ഒന്ന് പിശുക്കിയേ കഴിക്കൂ. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല കേട്ടോ. നമ്മൾ നല്ലപോലെ ഫുഡ് കഴിച്ചു കേട്ടോ. പായസം അടിപൊളിയായിരുന്നു. 2 കൂട്ടം പായസമാട്ടോ അവർ തന്നത്. നമ്മളെ വീട്ടിൽ നിന്ന് കുറച്ച് എക്സ്ട്രാ പായസം ഉണ്ടായിക്കൊണ്ട് വന്നേ. കുട്ടികളുള്ളതുകൊണ്ട് തികയില്ലാന്നൊരു ഐഡിയ ഉണ്ടായിരുന്നു. ഇങ്ങനെ നിലത്തൊക്കെ ഇലയിട്ട് ഫുഡ് കഴിക്കുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം പണ്ട് ഞങ്ങൾക്ക് ഓണം ആഘോഷിക്കുമ്പോൾ കിട്ടിയിരുന്ന ഒരു സന്തോഷവും ഹാപ്പിനെസ്സൊക്കെ നമ്മുടെ കുട്ടികൾക്കൂടെ കിട്ടാനാണ്. അവർക്കതൊക്കെ മനസ്സിലാവുന്നുണ്ടോ ഇല്ലയെന്നൊന്നും അറിയില്ല. അവർക്ക് മിക്കവാറും സദ്യ റെഡിമെയ്ഡും പൂക്കൾ റെഡിമെയ്ഡൊക്കെ ആയിരിക്കും. പക്ഷെ നമ്മളന്ന് തലേന്നേ മുല്ലപ്പൂവൊക്കെ പറിച്ച് മാല കെട്ടി വെച്ച് രാവിലെ എണീറ്റ് ഓണക്കോടിയൊക്കെ കൊടുത്ത് പാത്രമൊക്കെ ആയിട്ട് പൂ പറിക്കാൻ പോകും. മുറ്റത്തുനിന്നുള്ള പൂവൊക്കെ തീർന്നു കഴിയുമ്പം അപ്പുറത്തെ പറമ്പിലും വീട്ടിലൊക്കെ പോയി പൂ പറിച്ചിട്ട് വന്ന് വീടിൻ്റെ മുറ്റം വൃത്തിയാക്കി പൂവിടും. അന്ന് നമുക്ക് ഫോണിൽ നിന്ന് റെഫറൻസ് ഒന്നും എടുക്കാനുണ്ടാവില്ലല്ലോ. കഴിഞ്ഞ ആഴ്ച പള്ളിയിലിട്ട പൂക്കളത്തിൻ്റെയോ സ്കൂളിലിട്ട പൂക്കളത്തിൻ്റെയോ ഒക്കെ ഡിസൈൻ ഓർത്ത് വെച്ച് 2-3 കളമൊക്കെ വരച്ച് അപ്പോഴേക്കും പപ്പ ഊഞ്ഞാല് കെട്ടിയിട്ടുണ്ടാവും. അമ്മയാണെങ്കിൽ അടുക്കളയിൽ സദ്യയുടെ തിരക്കുമായിരിക്കും കേട്ടോ. ഊഞ്ഞാലാടാൻ പോകുമ്പോൾ അടുത്തുള്ള വീട്ടിലെ കുട്ടികളെല്ലാം വരും കേട്ടോ. എല്ലാവരും ഒന്നിച്ചാണ് ഊഞ്ഞാലാടുന്നത്. പഴം എടുത്ത് കുഴച്ചിട്. എടാ പഴം എടുത്ത് കുഴച്ച് ചേച്ചി. ഓണത്തിന് ഒരു ഉരുളച്ചോറ് അമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നത് പണ്ടേ ഉള്ള ശീലമാണേ. അപ്പോൾ അത് തന്നെ ഞാൻ എൻ്റെ പിള്ളേരോടും പറഞ്ഞു ഓണമായാൽ മസ്റ്റായിട്ട് അമ്മ തന്നെ വാരി തരണമെന്ന്. അങ്ങനെ 2 ആളും വന്ന് ചോറ് കഴിക്കുന്നതാട്ടോ. ഭയങ്കര സന്തോഷത്തോടെ എല്ലാവരും ഒത്ത് ഒരോണം ആഘോഷിക്കാൻ പറ്റി കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് ഉറക്കച്ചടവൊക്കെ മാറി ആളൊന്ന് ഉഷാറായേ. സേറെ ഉഷാറായ പിന്നെ പറയാനുണ്ടോ, നമ്മുടെ പൂക്കളത്തിൻ്റെ ആയുസ് തീർന്നു. പിന്നെ ഒരു അലമ്പായിരുന്നു. പൂക്കൾ മൊത്തം വാരി വിതറി. അതായിരുന്നു ഞങ്ങളുടെ കലാശക്കോട്ട്. പാട്ടൊക്കെ ഇട്ട് ഡാൻസൊക്കെ ചെയ്ത് പൂക്കളെല്ലാം സ്പ്രെഡ് ചെയ്ത്
ഉച്ചോർക്കം കഴിഞ്ഞ് എണീറ്റപ്പോഴത്തേക്കും ക്ലീനിങ്ങിനുള്ള വകുപ്പുണ്ടായിരുന്നു കേട്ടോ. എല്ലാം ക്ലീൻ ചെയ്ത് നമ്മുടെ ഈ വർഷത്തെ ഓണം കഴിഞ്ഞേ.